ഗുഡ് ഈവനിങ് എവരിവൺ. NB's കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചുട്ട ഗോതമ്പടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. നമ്മുടെ ഗോതമ്പടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് ഗോതമ്പ് പൊടി, ഒരു അല്പം നാളികേരം ചിരകിയത്, കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഞാൻ ഈന്തപ്പഴത്തിൻ്റെ പീസുകളായിട്ട് തേങ്ങയിലിടുന്നു. എന്നിട്ട് തേങ്ങ നന്നായി മിക്സ് ചെയ്യണം. അപ്പം ഞാൻ അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ സ്വാദിഷ്ടമായ വിഭവമാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ ഈ തേങ്ങയുടെ കൂടെ ഒരു 8 ഈന്തപ്പഴമാണ് പിച്ചിയിട്ടിരിക്കുന്നത്. ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. ഇതിങ്ങനെ നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും തേങ്ങ എത്തും. ചിലർക്ക് തേങ്ങ കടിക്കുന്നത് അധികം ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോൾക്ക് അങ്ങനെയാണ്. അവൾ വളരെ ചെറുപ്പത്തിൽ ഇതുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അന്ന് വാഴയിലയല്ല, അന്ന് ബദാമിൻ്റെ ഇലയിലാണ് ഉണ്ടാക്കിയിരുന്നത്. 90s നാട്ടിലല്ല, വെളിയിലായിരുന്നു. അപ്പോൾ ചെയ്ത കാര്യമാണ് അത്. ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ വീണ്ടും ചെയ്യുന്നു. ഇനി ഞാൻ ഗോതമ്പ് മാവ് കുഴയ്ക്കുകയാണ്. ചപ്പാത്തി പരുവത്തിൽ കുഴയ്ക്കണ്ട, എന്നാൽ ദോശയുടെ മാവ് പോലെയും ആകണ്ട. കുറച്ച് ലൂസായി കുഴയ്ക്കണം. അപ്പോൾ കുറച്ച് ലൂസായി ഞാനിതാ കുഴച്ച് വെച്ചിരിക്കുന്നു. ഇതൊരു 6-7 അടയ്ക്കുള്ള മാവാണ്. ഒന്നുകൂടെ ലൂസാക്കുന്നുണ്ട് കേട്ടോ, കാരണം വെള്ളം ചേർത്ത് വേണം പരത്താൻ. നമ്മളിവിടെ ഇല വാട്ടുന്നില്ല. ഈ ചുട്ടെടുക്കുന്ന അടയാണിത്, അതുകൊണ്ട് ഇല വാട്ടേണ്ട ആവശ്യമില്ല. ഇതിന് പ്രത്യേക ടേസ്റ്റാണ്. നല്ല കനം കുറച്ച് തന്നെ അത് പരത്തിയാലേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് കഴുകി വെച്ച ഇലയാണ്. ഇതിലിനിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഈ മാവ് ഒന്ന് നൈസായി പരത്തണം. കുറച്ച് മാവേ വേണ്ടൂ. അത് നമ്മൾ കുറച്ച് വെള്ളം തൊട്ട് ഇങ്ങനെ പരത്തി കൊടുക്കണം. അപ്പോൾ നല്ല നൈസായി കിട്ടും. അപ്പോൾ കുട്ടികൾ 4 മണിക്ക് വരുമ്പോൾ ഓയിലി ഫുഡൊന്നും കൊടുക്കണ്ട. ഇത് അവർക്കും ഇഷ്ടപ്പെടും. ഈന്തപ്പഴം കുട്ടികൾ കഴിക്കാൻ മടി കാണിക്കും ചിലർ. അവരെയും അറിയാതെ നമുക്ക് അവരിൽ ഈന്തപ്പഴം എത്തിക്കാം വയറ്റിലേക്ക്. അതിനുള്ളൊരു മാർഗം കൂടിയാണ് ഇത്. എൻ്റെ ഫ്രണ്ട്സ് വരെ കഴിച്ചു. ഞാൻ ചുമ്മാ ഒന്നത് ഉണ്ടാക്കിയപ്പോൾ അവരെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് കിട്ടി എനിക്കുണ്ടാക്കാനോ വേണ്ടി ചെയ്യുന്നതല്ല ഞാൻ. ഇത് കുട്ടികളുടെ ഒരു ഹെൽത്ത് അതിനു കൂടി നല്ലതാണല്ലോ. അപ്പോൾ എൻ്റെ മോള് വലിയ കുട്ടിയാണ്. ഇപ്പോഴും അവൾക്ക് ഇത് മാത്രം മതി. രാവിലെ അമ്മ കുറച്ച് അട ഉണ്ടാക്കി വെച്ചാൽ മതി. ദിവസം 3 നേരം അത് മതി എന്നും പറയുന്നു. ഈ സൈഡിലൊരു കുറച്ച് മാത്രമേ ഞാൻ വെക്കുള്ളൂ കേട്ടോ. കുറച്ച് വെച്ചാൽ മതി. എന്നാലും ഫുള്ളായിട്ടും ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇങ്ങനെ ഒന്ന് മടക്കുന്നു. ഈ സൈഡുകൾ നന്നായി അമർത്തി മടക്കി ഞാനൊരു പാനിലാണ് ഇടുന്നത്. അടുത്തതും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അട ചുടാൻ പോവുകയാണ്. ഞാനിതാ പാനിൽ വെച്ചു. ഈ 2 അടയാണ് ഒരു സമയം വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ ചുട്ടത് വളരെയധികം ടേസ്റ്റ് ഉള്ളതാണ്. നമ്മളെല്ലാവരും പുഴുങ്ങിയ അട കഴിച്ച് മടുത്തിരിക്കുന്ന ആളുകളായിരിക്കും. അധികം അരിയടയാണ് എല്ലാവരും ചെയ്യുക. ഈ ഗോതമ്പിൽ ചുട്ട അട ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇത് അല്പനേരം ഒന്ന് മൂടി വെക്കുന്നു, പെട്ടെന്ന് വേവാൻ വേണ്ടി. അപ്പം നമ്മുടെ ഗോതമ്പട റെഡി ആയിട്ടുണ്ട്. ഡയറ്റ്സ് ഉള്ളിൽ വെച്ചിട്ടുള്ളതാണ്. ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുന്നതാണ്. ചേർത്ത് കാണിച്ചു തരാം. ഇവിടെ കൊതിയൂറിയ ഒരാൾ നിൽക്കുന്നുണ്ട്. ആൾക്കൊരു കഷ്ണം കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ചൂട് കൊണ്ട് കഴിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. Wow, this dates are nice. Really yummy, Amma. Thank you.